കാട്ടിലെ കുറുവാസങ്ങൾ ഇതാ നമ്മുടെ വഴി തടഞ്ഞു വെച്ചിട്ടാണുള്ളത്. അപ്പോൾ നമ്മുടെ പുതിയ ട്രിപ്പ് വയനാട്ടിലോട്ടാണ്. ഫുൾ ഫാമിലി ആയിട്ട് വയനാട്ടിലെ കുറച്ച് ഫോറസ്റ്റ് റൂട്ടുകളെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവിടുത്തെ ഗ്രാമീണ ഭംഗിയെല്ലാം കണ്ട് ആസ്വദിച്ച് വയനാട്ടിൽ ഈ അടുത്ത് തുടങ്ങിയിട്ടുള്ള ഒരു 5 സ്റ്റാർ റിസോർട്ടായിട്ടുള്ള ലോഡ്സ് 83 എന്നുള്ള ഫുൾ ക്രിക്കറ്റിൻ്റെ തീമിൽ മോറിക്കാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ള റിസോർട്ടാണ്. ആ റിസോർട്ടിലെ സ്റ്റേയും കുറച്ച് ഫൺ ടൈമൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വയനാട് ട്രിപ്പ് തുടങ്ങുന്ന ഇരിട്ടിയിൽ നിന്നാണ്. നമ്മൾ സാധാരണ പോകുന്ന പാൽച്ചുരം കൂടിയുള്ള റൂട്ട് കൂടാതെ നമ്മൾ കർണാടകത്തിലെ മാക്കൂട്ടം ചുരം കയറിയിട്ട് നാഗർഹോള ഫോറസ്റ്റിൽ കൂടെ കയറി വയനാട്ടിലേക്ക് ചെല്ലുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. എന്താണെങ്കിലും ഉദ്ദേശം നന്നായി. നമ്മൾ പോകുന്ന വഴിയിൽ ഇതാ നാഗർഹോള ഫോറസ്റ്റിലേക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഇതാ വൈൽഡ് ഡോഗ്സിൻ്റെ ഒരു വലിയ കൂട്ടം റോഡ് തന്നെ ഫുൾ ബ്ലോക്ക് ആക്കിയിട്ട് കിടക്കുവാണ്. അപ്പോൾ ഈ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവരെ മിക്കവാറും ദിവസങ്ങളിൽ കാണാൻ കിട്ടാറുണ്ട്. അപ്പോൾ ഉച്ച സമയത്തൊക്കെ വാഹനങ്ങളും കുറവായതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ വഴിയരികിലോ അല്ലെങ്കിൽ വഴിയുടെ നടുക്ക് തന്നെ ഇതേപോലെ കയറി കിടക്കാറുണ്ട്. അപ്പോൾ കണ്ണൂർ സൈഡിൽ നിന്ന് വയനാട് പോകുമ്പോൾ ഇച്ചിരി വളഞ്ഞു പറ്റി പോകണം എന്നുള്ളവർക്ക് ഈ റൂട്ട് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഗോണിക്കുപ്പ കഴിഞ്ഞിട്ട് ഇത് റൈറ്റ് എടുത്ത് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കർമാട് ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് നാഗർഹോളയുടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൽ കയറിയിട്ട് നമ്മൾ കുട്ടേൽ എക്സിറ്റ് പറഞ്ഞാൽ മതി. നാനാച്ചി ഗേറ്റിൽ എക്സിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 20-25 കിലോമീറ്ററോളം ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഡ്രൈവ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള സൈറ്റിങ്സ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളെന്താണെങ്കിലും വണ്ടി അനക്കാതെ കുറച്ച് ദൂരത്തിലായിട്ട് മാറ്റി നിർത്തിയേക്കുന്നതുകൊണ്ട് തന്നെ അവരും റോഡിൻ്റെ നടുക്കൊന്നും മാറാൻ തയ്യാറാകുന്നില്ലേ. എന്താണെങ്കിലും വൈൽഡ് ഡോഗ്സിനെ നേരിട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് ഇതേപോലെ ഒരു ഡ്രൈവ് വന്നു കഴിഞ്ഞാൽ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്താണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പുറകിലുള്ളൊരു വണ്ടിക്കാർ വന്ന് മുന്നോട്ടേക്ക് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പതിയെ അവർ വൈൽഡ് ഡോഗ്സ് എല്ലാവരും റോട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് മുന്നോട്ടേക്ക് മാറി ഇതാ കാടിനുള്ളിലേക്ക് കയറി പോകാനുള്ള തയ്യാറെടുപ്പായി. ഞാനിപ്പോൾ നിൽക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ടിന് മുന്നിലാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ധർമ്മശാല കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും സുന്ദരമായിട്ടുള്ളതും ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ളതായിട്ടുള്ള ഒരു സ്റ്റേഡിയം നമ്മുടെ വയനാട്ടിലുള്ള കൃഷ്ണഗിരി സ്റ്റേഡിയമാണ്. ആ ബാക്കിൽ കണ്ടില്ലേ, ആ മലനിരകളൊക്കെ ആയിട്ട് ഭംഗിയുള്ളൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം തന്നെയാണ്. അപ്പോൾ ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തോട് ചേർന്നിട്ട് ക്രിക്കറ്റിനെ തന്നെ തീമിൽ ഒരു പുതിയ റിസോർട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മോറിക്കാപ്പ് ഗ്രൂപ്പിന് തന്നെ ലോഡ്സ് 83 എന്നുള്ള റിസോർട്ടാണ്. ഇവിടെ ഹിസ്റ്റോറിക് ടണൽ എന്നും പറഞ്ഞിട്ട് 1983 വേൾഡ് കപ്പ് വിൻ ചെയ്തതിൻ്റെ നമ്മുടെ ഇന്ത്യയുടെ ഫുൾ മാച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ റിസൾട്ട്സും എന്താണ്, ആരാണ് മാൻ ഓഫ് ദി മാച്ച് എന്നൊക്കെയാണ് ഈ ഒരു ഹിസ്റ്റോറിക് ടണലിൽ ഇവർ ഓരോ മാച്ചിൻ്റെയും ഡീറ്റെയിൽ വെച്ചിട്ട് കൊടുത്തേക്കുന്നത്. ലോഡ്സ് 83 റിസോർട്ടിൽ ഫുള്ള് ക്രിക്കറ്റിൻ്റെ തീം തന്നെയാണ്. ഇതേ നമ്മളെടുത്തിരിക്കുന്ന റൂമിൻ്റെ ലിവിങ് സ്പേസിൽ വരെ ഇതാ ക്രിക്കറ്റിൻ്റെ തീമിലുള്ള ഡ്രോയിങ് ആണ് ചെയ്തേക്കുന്നത്. നമ്മളെടുത്തിരിക്കുന്ന റൂം എന്ന് പറഞ്ഞാൽ പ്രീമിയം പൂൾ വില്ല കാറ്റഗറി വരുന്ന റൂമാണ്. അപ്പോൾ ചെറിയൊരു ലിവിങ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കയറി വരുന്നിടത്ത് തന്നെ. പിന്നെ നമ്മളിങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നല്ല കിങ് സൈസ് ബെഡ് കൊടുത്തിട്ടുള്ള നല്ല വിശാലമായൊരു ബെഡ്റൂം തന്നെയാണ്. വുഡൻ ഫ്ലോറിംഗ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ബെഡ്റൂമിലാണെങ്കിലും ക്രിക്കറ്റിൻ്റെ തീം തന്നെയാണ്. കപിൽ ദേവ് ആണെന്ന് തോന്നുന്നു, ഒരു ക്രിക്കറ്റ് പ്ലെയറുടെ ഒരു ഡ്രോയിങ് ഒക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു റൂമിൻ്റെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു പ്രൈവറ്റ് പൂള് തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രൈവറ്റായിട്ട് നമുക്കൊരു പൂൾ ഇവിടെ തന്നിട്ടുണ്ട്. അത് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വാഷ്റൂമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ്റൂം നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. ഷവർ റൂം സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ്റൂം തന്നെയാണ്. അപ്പോൾ നമ്മുടെ റിസോർട്ട് ഇരിക്കുന്നത് സുൽത്താൻ ബത്തേരിക്ക് വളരെ അടുത്തായിട്ടുള്ള കൃഷ്ണഗിരി എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കിത് മുത്തങ്ങയിൽ സഫാരി നടത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് വന്ന് നമ്മൾ ക്യൂ നിന്നിട്ടാണ് ഈ 3 മണിയുടെ ബസ്സിൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. എന്താണെങ്കിലും കുടുംബമൊക്കെ ആയിട്ട് വന്നതല്ലേ, അവരെയൊക്കെ ഒന്ന് കാട് കാണിച്ചേക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ് മുത്തങ്ങയ്ക്ക്. അങ്ങനെ നമ്മളിത് 2 മണിക്ക് ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് 3 മണിയോടുകൂടിയാണ് ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങിയത്. ഞാൻ എന്തായാലും 3ാമതായിരുന്നു ക്യൂ നിന്നത്. ജീപ്പ് ചോദിച്ചപ്പോൾ പറഞ്ഞ് തീർന്നു, 2 പേർക്കേ ജീപ്പ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ മുന്നിൽ നിന്ന 2 പേർക്കും ജീപ്പ് കിട്ടി. ഇനി ബസ്സിൻ്റെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കിട്ടിയതാകട്ടെ എന്നും പറഞ്ഞ് ബസ്സിന് ടിക്കറ്റ് എടുത്ത് കയറി. മൃഗങ്ങളെ കാണുന്ന സ്ഥലമാട്ടോ അതൊക്കെ, ഒന്നും കാണുന്നില്ല. മൃഗങ്ങൾ വെള്ളം കുടിക്കാനൊക്കെ വരുന്ന ഏരിയ ആണ്. അല്ല, എങ്ങനെ കാണാനാന്ന് പറ. ഇതിപ്പോൾ ഒരു 3:15 സമയമായിട്ടുള്ളൂ. നല്ല വെയിലുമാണ്. ഒരു 4 മണി 4:30 ഈ സഫാരി കൊണ്ടുപോയി വെക്കുമായിരുന്നെങ്കിൽ കുറേ മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റിയേനെ. ഇത് 4 മണിയാകുമ്പോഴത്തേക്ക് പരിപാടി മുഴുവൻ പൂട്ടിക്കെട്ടി എന്നുള്ളതാണ് ഈ മുത്തങ്ങയിലെ ഒരു പ്രത്യേകത. ടൂറിസ്റ്റ് അങ്ങോട്ട് അലൗഡില്ല. കേരളത്തിൻ്റെ മുത്തങ്ങ, കർണാടക ബന്ദിപ്പൂര്, തമിഴ്നാട് പുതുമല, 3 സംസ്ഥാനങ്ങളിലായിട്ട് കിടക്കുന്ന ഒരു കാടാണിത്. കേരളത്തിൽ മുത്തങ്ങ എന്നും കർണാടകത്തിൽ ബന്ദിപ്പൂർ എന്നും തമിഴ്നാട്ടിൽ മുതുമല എന്നുമാണ് പേര്. നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ട ആ സ്ഥലത്തു നിന്ന് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് ചെല്ലുമ്പോൾ 3 സംസ്ഥാനങ്ങളുടെയും കൂടെ ഒരു അതിരാണ്, ഒരു ട്രയാങ്കിൾ പോയിൻ്റാണത്. എന്തായാലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മരംകൊത്തിയെ കാണാനുള്ള ഭാഗ്യമുണ്ടായി ഈ യാത്രയിൽ. ഇവൻ കാക്ക മരംകൊത്തി എന്നാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ വൈറ്റ് ബെല്ലീഡ് വുഡ് പക്കർ. നമ്മുടെ ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും വലിപ്പം കൂടിയ മരംകൊത്തികളിലൊന്നാണ് ഇവനെ. ഒരു കാക്കയുടെ തന്നെ വലിപ്പം ഉള്ളതുകൊണ്ടായിരിക്കാം മലയാളത്തിൽ കാക്ക മരംകൊത്തി എന്നറിയപ്പെടുന്നത്. ഈ പുള്ളിമാൻ്റെ കൊമ്പുകൾ പൊഴിഞ്ഞു പോയത് ശ്രദ്ധിച്ചോ? അവിടെ ആ മുഴകൾ മാത്രമേ ഉള്ളൂ. ഇനി പുതിയ കൊമ്പുകൾ വരണം.
നമ്മുടെ മുതുമല വീഡിയോയ്ക്ക് നമ്മളത് വിശദമായിട്ട് പറയുന്നുണ്ട്. എല്ലാ വർഷവും ഇവരുടെ ആ മേറ്റിങ്ങിൻ്റെ ഒരു കാലയളവ് കഴിയുമ്പോഴത്തേക്കും ഈ കൊമ്പുകൾ പൊഴിഞ്ഞു പോകും. പിന്നെ പുതിയ കൊമ്പുകൾ മുളച്ച് വരിക ചെയ്യുക. എന്തായാലും നമ്മുടെ സഫാരിയിൽ കാര്യമായ കാഴ്ചകളൊന്നും കാണാതെ ഇതാ മെയിൻ റോഡിലോട്ട് കയറുവാണേ. ഇപ്പോൾ നമ്മൾ കർണാടക അതിർത്തിയോട് ചേർന്നിട്ടുള്ളൊരു പ്രദേശത്ത് വെച്ചിട്ടാണ് മെയിൻ റോഡിൽ കയറുന്നത്. ഇനി ഒരു 5-6 കിലോമീറ്റർ ഈ മെയിൻ റോഡിൽ കൂടെ ഓടിയിട്ട് വേണം നമ്മുടെ സഫാരി സെൻറ്ററിൽ തിരിച്ചെത്താനായിട്ട്. എന്തായാലും കാട് ആസ്വദിക്കണം എന്നുള്ളവർക്ക് ഈ മെയിൻ റോഡിൽ തന്നെയാണെങ്കിലും വന്ന് ബന്ദിപ്പൂരിൻ്റെ ആ റോഡിലോട്ട് കയറി കുണ്ടൽപേട്ട് വരെ പോയിട്ടാണെങ്കിലും തിരിച്ചു വരാവേ. നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് എന്താണെങ്കിലും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ ഇതേപോലെ ഉച്ചനേരത്താകരുതെന്ന് മാത്രം ഇത്തിരി വെയിലൊക്കെ ആറിക്കഴിഞ്ഞിട്ട് നിങ്ങളൊരു 4 മണിക്ക് ശേഷം പോയി നിങ്ങൾ ആ ഗുണ്ടൽപേട്ടിൻ്റെ ഏരിയ വരെ പോയിട്ട് തിരിച്ചു വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടം പോലെ കാഴ്ചകൾ കിട്ടും. നമുക്ക് സ്വന്തം വാഹനത്തിൽ പോവുകയും ചെയ്യാം. എന്താണ് നമ്മൾ സഫാരി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നമ്മുടെ അതേ ടിക്കറ്റ് വെച്ച് തന്നെ സഫാരിയുടെ ടിക്കറ്റ് വെച്ച് തന്നെ നമുക്ക് ഇവിടെ ഒരു മ്യൂസിയത്തിൽ കയറാൻ അവസരമുണ്ട്. ഇതെന്താണ് പിള്ളേർക്കെല്ലാം നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അവിടെ കരടിയുടെയും കടുവയുടെയും പുലിയുടെയും ഒക്കെ ഒരു സ്കിന്ന് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ അത് പിള്ളേർക്കെല്ലാം നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ എക്കോ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ച് വണ്ടി സ്റ്റാർട്ടാക്കി തിരിച്ച് പോകുമ്പോഴാണ് ഒരു ആനയെ കണ്ടത്. കുങ്കിയാനയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുത്തങ്ങയോട് ചേർന്നിട്ട് തന്നെ കുങ്കിയാനകളുടെ ഒരു ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു കുങ്കിയാനനെ കുളിപ്പീരെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് കൊണ്ടുപോകുന്നൊരു ഭാഗമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സന്ധ്യയാകാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ നമ്മളിനി പോകുന്നത് കാടും നാടും ഒന്നിച്ചുള്ളൊരു സ്ഥലത്തേക്കാണ്, വടക്കനാട്. നമ്മൾ മുത്തങ്ങയിൽ നിന്ന് വിടുമ്പം തന്നെ ഗൂഗിൾ മാപ്പിൽ വടക്കനാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സുൽത്താൻ ബത്തേരി എത്തുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് റൈറ്റ് തിരിഞ്ഞ് പോകാൻ പറ്റും. കാടും നാടും ഇടകലർന്നിട്ടുള്ള ഒരു ഗ്രാമം, അതാണ് വടക്കനാട്. നമ്മളിപ്പോൾ പോകുന്നത് നല്ലൊരു കാട്ടിക്കൂടെയാണ്. പക്ഷേ അധികം തിരക്കുകളൊന്നുമില്ലാതെ നമുക്ക് പ്രൈവറ്റ് വാഹനത്തിൽ നന്നായിട്ട് ആസ്വദിച്ച് പോയി കാടിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട്. കാട് മാത്രമല്ല, ഇതുപോലെ നല്ല നെൽവയലുകളൊക്കെ ആയിട്ടുള്ള ഗ്രാമീണ ഭംഗിയും കൂടെ ഈ റൂട്ടിൽ നമുക്ക് കാണാൻ പറ്റുമേ. ഇഷ്ടംപോലെ നെൽപ്പാടങ്ങളുണ്ട് ഈ റൂട്ടിൽ. അങ്ങനെ നെൽവയലുകളുടെ കാഴ്ചയെല്ലാം കണ്ട് നമ്മൾ വടക്കനാട്ടിൽ ഏറ്റവും കൂടുതൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു റോഡാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ വീണ്ടും ഒരു ഫോറസ്റ്റ് റൂട്ടിലോട്ടാണ് നമ്മൾ കയറുന്നത്. ഈ ഒരു റോഡ് ഒരുപാട് റീലുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നിങ്ങളൊരു സഞ്ചാരിയാണ്, നിങ്ങൾ വയനാട് വന്നിട്ട് ഇതുവരെ വടക്കനാട് പോയിട്ടില്ല എങ്കിൽ നിങ്ങൾ അടുത്ത വയനാട് ട്രിപ്പിൽ തീർച്ചയായിട്ടും വടക്കനാട് ഉൾപ്പെടുത്തണം. അപ്പോൾ വടക്കനാടിൻ്റെ ലൊക്കേഷൻ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വരുന്നത് രാവിലെയോ വൈകിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതേപോലെ മാൻകൂട്ടങ്ങളെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. എന്തായാലും കാഴ്ചകളൊക്കെ കണ്ടു വന്ന് നല്ല ഇരുട്ടായേ. അപ്പോൾ അതെ ലൈറ്റ് മൊത്തത്തിൽ പോയിട്ടാവുള്ളത്. അപ്പോൾ ഇതാ കറക്കമെല്ലാം കഴിഞ്ഞ് നമ്മൾ ലോഡ്സ് 83ലേക്ക് തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ഏകദേശം 8 മണി സമയമായ ഡിന്നറിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോഡ്സ് 83 റിസോർട്ടിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിന് അടുത്തായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രാത്രിയിൽ വേണേലും എവിടെ വേണേലും പോയിട്ട് നമുക്ക് വരാൻ ആക്സസിബിൾ ആണ്. ഇതൊരു ക്രിക്കറ്റിൻ്റെ തീമിലുള്ള റിസോർട്ടാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെയാണ് ലോഡ്സ് 83 എന്നുള്ള പേര് കൊടുത്തേക്കുന്നത്. ഇന്ത്യ ആദ്യമായിട്ട് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജയിക്കുന്നത് 83-ൽ കപിൽദേവിൻ്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ ഒരു തീം എവിടെയും കാണാൻ പറ്റും കേട്ടോ ഈ റിസോർട്ടിൽ. ലോഡ്സ് 83-ൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റിയാണ്. നമ്മളിപ്പോൾ കുട്ടികളൊക്കെ അടക്കം വന്നേക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടും നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല കേട്ടോ. പിന്നെ നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും ഫോറിനേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും പറ്റുന്ന ഡിഷസാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് തന്നെ നമ്മൾ ലോഡ്സ് 83-ൽ ഒരു ദിവസം വന്ന് താമസിച്ചെന്ന് പറഞ്ഞാലും ഒരു നഷ്ടവും വരുമല്ലോ കേട്ടോ. അത്രയധികം ഡിഷസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മൾ നല്ലൊരു ഉറക്കമെല്ലാം കഴിഞ്ഞ് എണീറ്റ് രാവിലെ നമ്മൾ ഈ റിസോർട്ടിനോട് ചേർന്നിട്ട് തന്നെയാണ് കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ഉള്ളത്, വയനാട് ക്രിക്കറ്റ് സ്റ്റേഡിയം. എത്ര സുന്ദരമായ ലൊക്കേഷനിലായിരിക്കുന്നതെന്ന് നോക്കിയേ. അപ്പോൾ ഇന്ന് എന്തോ മാച്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഇവർ ഗ്രൗണ്ടെല്ലാം റെഡിയാക്കി ഇടുന്നുണ്ട്. സൺറൈസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് റിസോർട്ടിലോട്ട് വന്നു. അന്നേരത്തേക്കും ഇതേ പിള്ളേരൊക്കെ എണീറ്റിട്ട് ഓൾറെഡി പാർക്കിൽ എത്തിക്കഴിഞ്ഞു. ഇന്നലെ തൊട്ടിട്ട് അവർ നോക്കി വെച്ചേക്കുന്നതാണ് ഈ പാർക്ക്. എന്തായാലും നല്ലൊരു കിഡ്സ് പാർക്ക് തന്നെയാണ് ഈ റിസോർട്ടിനോട് ചേർന്ന് ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. ഉടനെ തന്നെ ഒരു അഡ്വഞ്ചറസ് പാർക്കും കൂടെ തന്നെ ഈ കോമ്പൗണ്ടിൽ വരുന്നുണ്ടെന്ന് കേട്ടോ അവർ പറഞ്ഞത്.
അപ്പോൾ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കാണല്ലോ അത്യാവശ്യം സമയം പോകാനുള്ള കുറേ ആക്ടിവിറ്റീസ് കൂടി ഉണ്ട്. ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതാ പിച്ച് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫുട്ബോൾ കളിക്കേണ്ടവർക്ക് ഫുട്ബോൾ കളിക്കാം. അതേ കോർട്ടിൽ തന്നെ നമുക്ക് വേണേൽ ബാസ്ക്കറ്റ് ബോൾ കളിക്കാം. അങ്ങനെ കുറച്ചധികം വിനോദങ്ങൾക്കുള്ള സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്നാലും സ്പോർട്സിന് നല്ല ഹൈലൈറ്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അങ്ങനെ കുറച്ച് ക്രിക്കറ്റൊക്കെ കളിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് നേരെ ഇങ്ങോട്ടേക്ക് തന്നെ പോരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഡിന്നറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിനും ഇഷ്ടം പോലെ ഐറ്റംസാണ് ഉള്ളത്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് ചെന്നിട്ട് നേരെ പൂളിലേക്ക് തന്നെയാണ് ചാടിയത്. പിള്ളേർ നോക്കിയിരിക്കുമായിരുന്നു. ലോഡ്സ് 83 റിസോർട്ടിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെ ഈ പൂളുള്ള വില്ലകൾ തന്നെയാണ്. കുറച്ചധികം വില്ലകളുണ്ട് ഇവിടെ പൂളുള്ളത്. അപ്പോൾ നമുക്കിപ്പോഴാണെങ്കിൽ വയനാട് ടൂറിസമൊക്കെ കുറച്ച് ഡൗൺ ആയി നിൽക്കുന്നതുകൊണ്ട് നല്ല ഡിസ്കൗണ്ട് റേറ്റ് കിട്ടുകയും ചെയ്യും. പിന്നെ സഞ്ചാരികൾക്ക് വയനാട് തികച്ചും സേഫാണ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു അവസരമായിട്ട് എടുത്തിട്ട് മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഇരുളം കൂടി പുൽപ്പള്ളിക്കാണ് പോകുന്നത്. പുൽപ്പള്ളി ചെന്നിട്ട് നമുക്ക് ചേകാടിക്കും കൂടെ പോകാനുണ്ട്. പാക്കം കൂടി ചേകാടിക്ക് പോകുന്ന റൂട്ടും കിടിലനാണ്. അപ്പോൾ ഉച്ചസമയമാണ്ട് മൃഗങ്ങളെ കാണാനുള്ള സാധ്യത കുറവാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴാണ് ഇതേ തൊട്ട് മുന്നിലൊരു കൊമ്പൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഈ പുൽപ്പള്ളിക്ക് ഇരുളം കൂടി വന്നു കഴിഞ്ഞാൽ മിക്കവാറും രാവിലെയും വൈകിട്ടൊക്കെ ആണെങ്കിൽ മൃഗങ്ങളെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ കടുവ ഇറങ്ങുന്ന ഒരു ഏരിയ ഇരുളം ഏരിയയൊക്കെ തന്നെയാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും പ്രശ്നങ്ങളുണ്ടാകുന്നതൊക്കെ. കടുവ ഇറങ്ങി മൃഗങ്ങളെ പിടിക്കുന്നതും മനുഷ്യനെ വരെ ആക്രമിക്കുന്നതൊക്കെ ഈ ഏരിയയിലാണ് കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ മറ്റ് കാടുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വയനാട്ടിൽ കടുവകളുടെ സാന്ദ്രതയും വളരെ കൂടുതലാണ്. പിന്നെ വയനാട്ടിൽ നാടും കാടുമൊക്കെ ഒരുപാട് ഇടകലർന്നിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പിന്നെ കാട്ടിൽ ഈ പറഞ്ഞ ജീവികൾക്ക് ഭക്ഷണം ഇല്ലാണ്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് ആനയ്ക്കൊക്കെ ഭക്ഷണം ഇല്ലാണ്ട് ഇറങ്ങുമ്പോൾ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി വാഴത്തോട്ടമൊക്കെ നശിപ്പിക്കും. അപ്പോൾ വയനാട്ടിൽ ഒരുപാട് കൃഷിയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് അതൊരു കാരണമാണ്. എന്നാലും നമ്മുടെ മുന്നിലുള്ള ആനക്കൊമ്പൻ വളരെ ശാന്തനായി നിന്നിട്ട് കാട്ടിലെ തീറ്റയൊക്കെ തിന്നുകൊണ്ട് നിൽക്കുവാണ്. നമ്മൾ ആദ്യം പോയ വടക്കനാട് ഗ്രാമമില്ലേ, അതിനോട് ചേർന്ന് കിടക്കുന്ന കാടും എല്ലാം ഈ ഇരുളം ഫോറസ്റ്റിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്നലെ പോയ ആ റൂട്ടിലും ഉണ്ട് കേട്ടോ. എന്താണെങ്കിലും കൊമ്പൻ്റെ കാഴ്ചകൾ നമ്മൾ നന്നായി കണ്ട് ആസ്വദിച്ചു. ഇനിയിപ്പം നമുക്ക് പോകാനുള്ളതെന്ന് പറഞ്ഞാൽ ചേകാടിക്കാണ്. അത് പാക്കം കൂടിയിട്ട് ഇതാ ഈ റോഡിലോട്ട് കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇതിന് ചേകാടിക്ക് പോകുന്ന ചെറിയൊരു വഴിയാണ്, വളരെ ഭംഗിയുള്ള വഴിയാണ്. ഒരുപാട് റീലുകളിലെല്ലാം നമ്മൾ കണ്ട് ഫേമസ് ആയിട്ടുള്ള റൂട്ടാണിത്. അപ്പോൾ മിക്കവാറും ആനയൊക്കെ ഇറങ്ങുന്ന റൂട്ടൊക്കെ തന്നെയാണ്. പക്ഷേ മനുഷ്യൻ്റെ സാന്നിധ്യം പകലുള്ളത് കൊണ്ട് മൃഗങ്ങൾ അധികം ഇറങ്ങാറില്ല ഈ പകൽ സമയത്ത്. പക്ഷേ രാത്രി സമയത്തൊക്കെ ഇവിടെ ഭയങ്കര ഡേഞ്ചർ ഏരിയ ആണ്. ഒന്നാമത്തെ കാര്യം ചെറിയ റോഡും കൂടെ ആയതുകൊണ്ട് മൃഗങ്ങൾ എന്തെങ്കിലും മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിവേഴ്സ് എടുക്കാനൊന്നും പറ്റത്തില്ല ഇവിടെ. അപ്പോൾ നിങ്ങളും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് എപ്പോഴേക്കും മാനന്തവാടിക്ക് പോകുമ്പോൾ ഒരു 1/4 മണിക്കൂർ കൂടെ കൂടുതലെടുത്തിട്ട് നമുക്ക് ഈ റൂട്ടിൽ പോവുകയാണെങ്കിൽ നമുക്ക് കുറേ അധികം കാഴ്ചകൾ കാണാം. നമുക്ക് പ്രകൃതിയുടെ ആ ഒരു വിസ്മയങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചങ്ങ് പോവാം. അല്ലാതെ നമ്മൾ നേരെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഹൈവേ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകളൊന്നും കിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ എന്താണല്ലോ ഈ റൂട്ടിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഞാൻ മിക്കവാറും സമയമുള്ളപ്പോഴൊക്കെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് തിരിച്ച് മാനന്തവാടിക്ക് പോകുമ്പം ഇതേപോലെ പാക്കം കൂടിയിട്ട്, അതായത് പുൽപ്പള്ളി വന്ന് പാക്കം കൂടി ചേകാടി കൂടി മാനന്തവാടിക്ക് പോകാറാണ് പതിവ്. അപ്പോൾ ഈ റോഡ് ഒരിക്കലും മിസ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ റോഡ് നിങ്ങൾക്ക് തരുന്ന കാഴ്ചകൾ കാട് മാത്രമല്ല കേട്ടോ. കാട് കഴിഞ്ഞിട്ട് ചേകാടി എന്നും പറഞ്ഞ് വയനാട്ടിൽ ഏറ്റവും മനോഹരമായ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മളെത്തുന്നത്. ഇന്നും വയനാട്ടിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്നൊരു ഗ്രാമം കൂടെയാണ്. വളരെ പ്രശസ്തമായിട്ടുള്ള ഗന്ധകശാല എന്നൊരു നെല്ലിനമൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ഡിസംബർ പകുതിക്ക് മുന്നേ ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നെല്ലിങ്ങനെ വിളഞ്ഞ് കിടക്കുന്നത് കാണാൻ പറ്റുമേ. ഇപ്പോൾ കൊയ്ത്തിൻ്റെയൊക്കെ ഏകദേശം സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഈ ചേകാടിയുടെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കുന്നതിൻ്റെ ഒപ്പം ഇവിടെ ഇങ്ങനെ ഓല മേഞ്ചിട്ടുള്ള കുറച്ച് ചായക്കടകളൊക്കെ ഉണ്ട്. റീലുകളിലൊക്കെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള കടകളാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ അവിടെ വന്നിരുന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു ചാൻസാണ്. നമ്മുടെ ഈ വയനാട് ട്രിപ്പിൽ എൻ്റെ കൂടെയുള്ളത് വൈഫ് റിൻറ്റു, പിള്ളേർ സെറ, കാതറിൻ, ജൂഡ്, റിൻറ്റുവിൻ്റെ പപ്പ, മമ്മി, ഇത്രയും പേരാണുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.